പ്രവാസിയായതിനു ശേഷമാണ് എനിക്ക് ഈ അച്ചാറുകളോട് ഇത്രയും പ്രീതി തോന്നി തുടങ്ങിയത്. നമ്മുടെ വീട്ടിലെ രുചി നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനല്ലേ. അതുകൊണ്ട് ഒരിക്കലും മിസ്സാകാണ്ട് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ഈ അച്ചാറുകളെന്ന് പറയുന്നത്. ഇവിടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എന്നാലും നമ്മുടെ അച്ഛനും അമ്മയും സ്നേഹത്തോടെ ഉണ്ടാക്കി തരുമ്പഴത്തേന് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് ഒരിക്കലും മിസ്സാക്കാറില്ല ട്ടോ. ഇത്തവണ നാരങ്ങ, മാങ്ങ, ചെമ്മീന്, മീന് ഇതൊക്കെയാണ് അച്ചാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് തണുത്തിട്ട് ഞാൻ കുപ്പിയിലോട്ടാക്കുമ്പഴത്തേന് അമ്മ അവിടുന്ന് പൊടിച്ച പൊടികളൊക്കെ ഇങ്ങനെ ഒന്ന് തണുക്കാനായിട്ട് നിരത്തിയൊക്കെ വെക്കുവാണ്. അപ്പോൾ ഞാൻ അച്ചാർ പാക്ക് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ടാക്കിയിട്ട് അതിന് ചുറ്റിനും കോട്ടൻ്റെ ഒരു തുണി കൊണ്ട് ഒന്ന് റോൾ ചെയ്യും. എന്നിട്ട് അതിനെ സെല്ലോ ടേപ്പ് കൊണ്ട് നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റിയിട്ട് അതിനെ സിപ്‌ലോ കവറിൻ്റെ അകത്തിലാക്കി അതിനെ ഒന്നുകൂടെ ഒന്ന് സെല്ലോ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിയെടുക്കും. അപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ എത്ര ഹാർഷായിട്ട് അവർ നമ്മുടെ ലഗേജ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാലും ഒരു തുള്ളി പോലും എണ്ണ എങ്ങും പോവാണ്ട് ഒട്ടും ലീക്ക് ആവാണ്ട് നല്ല സേഫ് ആയിട്ട് നമ്മുടെ അച്ചാർ ഇവിടെ ലാൻഡ് ചെയ്യും കേട്ടോ. ഞാൻ ഒരുപാട് മെത്തേഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ സക്സസ് ആയത് ഈ ഒരു മെത്തേഡാണ്. അപ്പം അച്ചാർ കൊണ്ടുവരുന്നതിന് പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ധൈര്യമായിട്ട് ഉപയോഗിച്ച് ഒരു പ്രശ്നമില്ലാണ്ട് നിങ്ങളുടെ അച്ചാർ കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് സേഫ് ആക്കി എല്ലാം നോക്കുവാണ്. എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെല്ലാം ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ ചെമ്മീനച്ചാറിന്റെ പൊടിയെങ്കിലും കണ്ടാ മതിയായിരുന്നു.